ശ്രീരാജെ, എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? സേതു, ഇതുവരെയും ഒരു സൂചനയും കുടുംബത്തിന് യുവതിയെ പറ്റി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്നിപ്പോൾ 5-ാം ദിവസമാണ് ഈ പെൺകുട്ടിയെ കാണാതായിട്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 18-ാം തീയതിയാണ് കരുനാഗപ്പള്ളി വെളുത്തമണലിലെ ഭർത്തൃ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടി, ഈ യുവതി തിരികെ തിരുവല്ലയിലേക്ക് വരുന്നത്. ഈ യുവതിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, വിഷാദ രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇതാദ്യമായല്ല ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നത് എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. പക്ഷേ തിരുവല്ലയിൽ ഈ കുട്ടി ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷേ അവർ ഇറങ്ങിയില്ല. പകരം അങ്കമാലി സ്റ്റേഷനിൽ സഹയാത്രക്കാരുടെ സഹായത്തോടെയാണ് ഈ പെൺകുട്ടി ഇറങ്ങുന്നത്. പക്ഷേ അവിടെ നിന്നും എങ്ങോട്ടേക്ക് പോയി എന്നതിനെപ്പറ്റി ഒരു തരത്തിലുള്ള വിവരവുമില്ല. തൊട്ടടുത്ത ദിവസം പോലീസിൽ പരാതി നൽകുകയും അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തി കുടുംബം അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പോലും അവിടെ നിന്നും ലഭിച്ചില്ല. കാരണം അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന വിവരമാണ് ഈ റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ എവിടേക്ക് പോയി, ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഒരു പെൺകുട്ടി എവിടേക്ക് പോയി എന്നത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താമെന്ന ആ സാധ്യത കൂടി അവിടെ അടയുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഈ പെൺകുട്ടിയെ കാണാതായിട്ട് ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു സഹായവും ഈ കുടുംബത്തിന് ലഭിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുകയോ ആ പെൺകുട്ടി അവിടെ നിന്നും എങ്ങോട്ടേക്ക് പോയി എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. പക്ഷേ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്, നിലവിൽ തിരുവല്ല പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തത്. അങ്കമാലി പോലീസിൻ്റെ നിർദ്ദേശാനുസരണമാണ് തിരുവല്ല പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതും. പക്ഷേ അവർ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവർ എവിടേക്ക് പോയി എന്നതിനെ പറ്റി ഒരു വിവരമില്ല. ആ സമയം, അതായത് ഈ 9:30-10 മണി സമയത്താണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഈ പെൺകുട്ടി എത്തുന്നത്. അതേസമയം തന്നെ ചെന്നൈയിലേക്ക് ഒരു ട്രെയിൻ അവിടെ നിന്നും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ വീണ്ടും ട്രെയിൻ മാറി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ പെൺകുട്ടിയെന്ന് സഹയാത്രക്കാർ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ മാറി കയറി ചെന്നൈയിലേക്കോ മറ്റോ പോയിട്ടുണ്ടോ എന്ന സംശയം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം കുടുംബം ഉന്നയിക്കുന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക കൂടി ഈ കുടുംബത്തിനുണ്ട്. പക്ഷേ ഇത് അന്വേഷണം കൃത്യമായി ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്ന പരാതിയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, 28 വയസ്സാണ് ഈ പെൺകുട്ടിക്ക്, ഈ യുവതിക്ക് പ്രായമുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒറ്റയ്ക്ക് തിരികെ സ്ഥലം കണ്ടെത്തി തിരിച്ചു വരാനുള്ള ശേഷിയില്ല എന്നും വീട്ടുകാർ പറയുന്നു. മാനസികമായി ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അറിയാത്ത ഒരു സ്ഥലത്തെത്തി എന്തെങ്കിലും സംഭവിച്ചു പോകും എന്ന ഒരു ആശങ്കയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും തിരുവല്ല പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അങ്കമാലി പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായം ഇവർക്കുണ്ടാകുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സേതു. ഓക്കെ ശ്രീരാജ.